രോഗം പിടിച്ച ആളുകളുണ്ടാകും, അവർക്ക് കാലുമുട്ട് വേദനയുണ്ടാകും, മടമ്പ് വേദനയുള്ളവരുണ്ടാകും. നേരാവണ്ണം സുജൂദിൽ പോയി കുറെ നേരം സുജൂദ് ചെയ്യാനുള്ള കഴിവുണ്ടാകൂല. നിങ്ങൾ പോയി സുജൂദിൽ അങ്ങനെ കടന്നുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥന നടത്തുന്നത് പിന്നിൽ മഅ്മൂമുണ്ടെങ്കിൽ പറ്റൂല. അതുപോലെ തന്നെ വൽകബീറ, വയോവൃദ്ധന്മാരായ ആളുകളും ഉണ്ടാകും, അവരെ നിങ്ങൾ പരിഗണിക്കണം. പിന്നെ വിവിധങ്ങളായ ആവശ്യങ്ങളുള്ളവരുണ്ടാകും. ഈ നമസ്കാരം കഴിഞ്ഞിട്ട് വേണമെടോ ഉപജീവനം നടത്താൻ വേണ്ടിയുള്ള കട പോയി തുറക്കാൻ. നിന്റെ ദുആക്കിരുന്നു കൊണ്ട് ആമീൻ പറഞ്ഞ് അറിയുന്നത് മുഴുവൻ ദുആ ചെയ്തുകൊണ്ട് മഅ്മൂമീങ്ങളെ വെറുപ്പിക്കുന്ന ശൈലി ഒരു നിലക്കും പറ്റൂല. സന്ദർഭത്തിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് വേണം കാര്യങ്ങളുടെ നീക്കുപോക്കുകൾ നടത്താനെന്ന് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഇബാദത്തിന് വേണ്ടി ഇങ്ങോട്ട് വന്നവരാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ഭൂതവർഗത്തെയും സൃഷ്ടിച്ചത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇബാദത്ത് വെറും നിസ്കാരം മാത്രമല്ലല്ലോ. കുടുംബം പോറ്റൽ ഇബാദത്താണ്, കച്ചവടം നടത്തൽ ഇബാദത്താണ്, ചെരുപ്പ് ധരിക്കൽ ഇബാദത്താണ്, തലമറക്കൽ ഇബാദത്താണ്, വസ്ത്രം ധരിക്കൽ ഇബാദത്താണ്. വേണ്ട ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ എന്തെല്ലാം കൊണ്ടുവരുന്നുണ്ടോ അത് മുഴുവനും ഇബാദത്താണ്. നിങ്ങളിങ്ങനെ പരിശോധിച്ചു നോക്ക്. പ്രഭാതം പൊട്ടിവിടരുമ്പോ നമ്മൾ നമ്മളുടെ ബെഡ്റൂമിൽ നിന്ന് കട്ടിൽ നിന്ന് എണീക്കുമ്പോ ആഫിയത്തോടുകൂടി എണീറ്റ് അൽഹംദുലില്ലാഹ് പറഞ്ഞ് പ്രാഥമിക കാര്യങ്ങൾ ചെയ്യൽ പോലും ഇബാദത്താണ്. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കൽ ഇബാദത്താണ്. എന്തേ? ഇതൊക്കെ ഉണ്ടെങ്കിലേ ആഫിയത്തുണ്ടാകുകയുള്ളൂ. ആഫിയത്തുണ്ടെങ്കിലേ ഇബാദത്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, ഉപജീവന മാർഗം നടത്താൻ സാധിക്കുകയുള്ളൂ, കുടുംബം പോറ്റാൻ സാധിക്കുകയുള്ളൂ, സമ്പാദ്യം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് മുഴുവനും ഇബാദത്താണ്, അല്ലാതെ വെറും നമസ്കാരം മാത്രമല്ല ഇബാദത്ത്. ഉമ്മമാരെ, നിങ്ങളുടെ അടുക്കളയിൽ, നിങ്ങളുടെ കിച്ചണിൽ ഒരു വിറക് കൊണ്ട് നിങ്ങളുടെ അടുപ്പിന്റെ ഉള്ളിലേക്ക് വെക്കുന്നുണ്ടെങ്കിൽ അതുപോലും ഇബാദത്താണെന്നാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. നിങ്ങൾ അതിലേക്ക് വെള്ളം തിളക്കുമ്പോ അരിയിടുമ്പോഴും അതുപോലെ തന്നെ തിളച്ചതിന് ശേഷം അത് വന്നതിന് ശേഷം ഊറ്റിമാറ്റലും അത് കഴിഞ്ഞ് മക്കളെ കുളിപ്പിക്കലും സന്താന പരിപാലനം നടത്തലും വീട് വൃത്തിയാക്കലും സർവമാന കാര്യങ്ങളും ഇബാദത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടും. പക്ഷേ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, എല്ലാത്തിനും വേണ്ടത് ഉദ്ദേശശുദ്ധിയാണ്. ഞാനിത് ചെയ്യുന്നത് പടച്ച റബ്ബിന്റെ പൊരുത്തം കാംക്ഷിച്ചാണ്, പടച്ച റബ്ബിന്റെ അടുത്ത് നിന്ന് എനിക്ക് പ്രതിഫലം ലഭിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി ഇതൊക്കെ ചെയ്യുമ്പോ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ ഒരുപാട് നല്ല ഹസനാത്തുകളുമായി നമുക്ക് ചെല്ലാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പിന്നിൽ നമസ്കരിക്കുന്ന ആളുകൾക്ക് ആവശ്യക്കാരുണ്ടാവും. പിന്നിൽ നിന്ന് നമസ്കരിക്കുന്ന ആളുകൾ ആവശ്യക്കാരുണ്ട്, യാത്രക്കാരാണ്. ടൗൺ പള്ളിയിൽ കൂടിയതാണ്, കോഴിക്കോട്ടേക്ക് യാത്ര പോകുക. അപ്പോൾ ദുഹറിന്റെ ടൈം ആയത്, വളാഞ്ചേരി ഇറങ്ങി നിസ്കരിച്ചു. നിസ്കാരമാണ് കഴിയണില്ല. ടൗണിലൊക്കെ ഇമാമത്ത് നിൽക്കുന്ന ഉസ്താദുമാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ. ഉസ്താദുമാരൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ വില്ലനായി പലപ്പോഴും മാറാറുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ മാനേജ്മെന്റ് ഭാരവാഹികളാണ്. ഞാൻ ആക്ഷേപിച്ച് പറയല്ല, ചെല്ലുമ്പോൾ തന്നെയുള്ള ഡിമാൻഡാണ്. പിന്നെ ഉസ്താദുമാർ ആ ഡിമാൻഡിനനുസരിച്ച് നിന്നില്ല എങ്കിൽ പിന്നെ അവിടെ വേറെ വഴിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയും. കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്താൽ അത് വേണ്ടതുപോലെ സ്വീകരിക്കാൻ തയ്യാറാവാത്ത ചില മാനേജ്മെന്റ് ഭാരവാഹികളുണ്ടാവും. മാനേജ്മെന്റ് ഭാരവാഹികൾ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ വേറെ കുറെ പറയേണ്ട കാര്യങ്ങളാ. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹ്. ഫസ്റ്റ് ഡിമാൻഡ് തന്നെ മൻ ആമന ബില്ലാഹ്, അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസം വേണം. പിന്നെ ആയത്തിൽ പറയുന്നത് അല്ലാഹനെ അല്ലാതെ ഒരു പടപ്പിനെയും പേടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കമ്മിറ്റി ഭാരവാഹികൾ അല്ലെങ്കിൽ ഭരണകർത്താക്കൾ എന്നൊക്കെ ആയതാണ്. എന്താ ഇന്നമാ യഅ്മുറു മസാജിദ് അല്ലാഹ് എന്ന് പറഞ്ഞാൽ പള്ളി പരിപാലനം നടത്തുന്ന ആളുകളെന്നാണ്, പരിപാലിക്കുന്ന ആളുകളാണ്. അല്ലാതെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ
അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ എന്തൊന്നും തരത്തിലേക്ക് പോകണ്ട. യഅ്മുറു അമറ യഅ്മുറു എന്ന് പറഞ്ഞാൽ പരിപാലനം നടത്തേണ്ടയാള്. ഈ പരിപാലനം നടത്തേണ്ട ആള് പള്ളിനുള്ളിൽ എന്തെങ്കിലും കച്ചറ കാണുമ്പോ ഉസ്താദുമാരെ ശകാരിക്കുന്ന സാഹചര്യം ഓന്റെ കണ്ണിന്റെ മുമ്പിലാണ് കണ്ടുക്കണ എടുത്തിട്ടാ മതി. അത് ചെയ്യൂല, അത് ആരെന്നെ ചെയ്യണം, അത് മുക്രിസ്തായി ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ ഈ നാടിന്റെ അവസ്ഥയെ കുറിച്ച് പറയല്ലോ, മൊത്തത്തിലുള്ളൊരു കാര്യം സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇതൊക്കെ പറഞ്ഞു വരുന്നത് മഅ്മൂമീങ്ങളായ ആളുകൾക്ക് പല ആവശ്യങ്ങളുണ്ടാകും. നമ്മൾ ഒരു നിലക്കും നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. 3 വിഭാഗം ആളുകൾ, ഒരു വിഭാഗം അതാണ്. അതാ ഞാൻ പറഞ്ഞത്, ആദ്യം ഞാൻ എന്റെ പോസ്റ്റിൽ ഗോളടിക്കുകയാണ്, എന്നിട്ടാണ് നിങ്ങളെ മേത്തേക്ക് വരുന്നുള്ളൂ പറഞ്ഞത്. ഈ രണ്ടാമത്തതോ അത് ഞാൻ പതുക്കെ സഹോദരിമാർക്ക് ഇട്ടുകൊടുക്കുകയാണ്. സഹോദരിമാർക്കാണ് ഇട്ടുകൊടുക്കേണ്ടത്. സൂക്ഷിക്കണം പ്രിയപ്പെട്ട ഉമ്മമാരെ, വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടതാണ്. ഒമ്രഅത്തുൻ ഒരു പെണ്ണാണ്, ഒരു സ്ത്രീയാണ്. ബാത്തത്ത് അവൾ അന്തി ഉറങ്ങിയിട്ടുണ്ട്. വസൗജുഹാ അലൈഹാ സാഖിത്തുൻ ഏത് നിലയിലാണ് അവൾ അന്തി ഉറങ്ങിയത്? ആ ഉറങ്ങുന്ന രാത്രിയിൽ അവളുടെ ഭർത്താവ് അവളുമായി കോപത്തിലാണെന്ന് സയ്യിദുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ. തലേന്ന് രാവിലെ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞതാണ്. ആ വർത്താനം പറയൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് രാത്രി കിടക്കുന്നത് വരെയും അത് തീരുമാനമാകാതെയാണ് ആ ഭാര്യ ഉറങ്ങിയതെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വലിയ നീളം കുപ്പായവും മുസല്ലയും ഇട്ടുകൊണ്ട് നിസ്കരിച്ചാൽ ആ നമസ്കാരം നമ്മുടെ തലക്ക് മുകളിൽ നിന്ന് ഒരു ചാൺ പോലും ഉയർത്തപ്പെടുകയില്ല എന്ന് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോ ഇവിടെയാണ് നമ്മുടെ ബന്ധങ്ങളുടെ കടമകളും കടപ്പാടുകളും മനസ്സിലാകുന്നത്. ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടപ്പാടുകളും നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഭർത്താവിന് ഭാര്യയോടും ഒരുപാട് കടമകളും കടപ്പാടുകളുമുണ്ട്. അതാണ് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. എന്താണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്? ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലി, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് പറയുന്നത് അത് നിങ്ങളുടെ അഹ്ലുകാരോട് നല്ലവണ്ണം പെരുമാറ്റ രീതി നടത്തുന്നവരാണെന്ന് സയ്യിദുനാ നബി മുഹമ്മദ് മുസ്തഫ. ആ അഹ്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാര്യയാണ് എന്ന് ബഹുമാനപ്പെട്ട മുഹദ്ദിസീങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഭാര്യയോട് നല്ല നിലയിൽ പെരുമാറാൻ കഴിയുന്നുണ്ടോ അവനാണ് ഏറ്റവും വലിയ ഉത്തമനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. പുറത്തേക്കിറങ്ങിയാൽ മാന്യനാണ്, പുറത്തേക്കിറങ്ങി അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ മാന്യനാണ്, പൊതുപ്രവർത്തനത്തിന് ഇറങ്ങിയാൽ മാന്യനാണ്, കുടുംബത്തിന്റെ വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ കയറി കഴിഞ്ഞാൽ മാന്യതയിൽ വിട്ട് ആക്രോശനായി മാറുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ടോ എന്ന് സംശയിക്കണം. ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയൊക്കെയാണ് മുത്തുനബിയുടെ റോൾ മോഡൽ നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇവിടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക നമ്മൾ പിൻപറ്റേണ്ടത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വൈവാഹിക ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ഭാര്യമാർക്ക് കൂടെ നിന്ന് എല്ലാ നിലക്കുമുള്ള സപ്പോർട്ടും ചെയ്തിരുന്നു എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. തമാശ രൂപേണ കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളതാണ്. മുത്തുനബി വീട്ടുജോലികളിൽ ഏർപ്പെട്ടിരുന്നു. വൃത്തിയാക്കുവാനും അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യാനൊക്കെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും വ്യാപൃതരായിരുന്നു എന്നുള്ളതാണ്. നമ്മളൊക്കെ ചെയ്യാറുണ്ട്, ചെയ്യണം, അത് ചെയ്യൽ സുന്നത്താണ്. അള്ളാഹുവിന്റെ അടുക്കലിൽ നിന്ന് കൂലി ലഭിക്കുന്ന കാര്യങ്ങളാണ്. എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യ ഭർത്താക്കന്മാരാണ്, ഏത് ടൈമിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകി ജീവിക്കുമ്പോൾ ചില സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടാകും. നീണ്ടു നിൽക്കരുത്, ഒരു രാത്രിയിലേക്ക് അത് പോകരുത്, ഒരു ഉറക്കത്തിലേക്ക് അത് പോകാൻ പാടില്ല. അതിനു മുമ്പ് പറഞ്ഞു തീർക്കണം. താഴ്ന്ന ഇടത്തെ വെള്ളം നിൽക്കുകയുള്ളൂ എന്ന് എപ്പോഴും കാരണവന്മാർ പറയുന്നത് പോലെ ആരെങ്കിലും ഒരാൾ താഴ്ന്നു കൊടുത്തല്ലാതെ കാര്യങ്ങൾ നടക്കൂല. രണ്ടും ഒരേ പിടുത്തത്തിൽ നിൽക്കുകയാണെങ്കിലാണ് പൊട്ടലും ചീറ്റലും ഉണ്ടാവുക.
അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതുപോലെ എൻ്റെ സഹോദരിമാരെ, നമ്മളും മനസ്സിലാക്കേണ്ടതുണ്ട്. തന്റെ ഭർത്താവ് ഒരുപാട് കഠിനാധ്വാനങ്ങൾ ചെയ്തുകൊണ്ട് കുടുംബത്തെ പോറ്റാൻ വേണ്ടി രാവിലെ വീട്ടിൽ നിന്നിറങ്ങി വൈകുന്നേരമായി കയറി വരുമ്പോ തന്റെ ഭർത്താവിനെ സ്വീകരിക്കേണ്ട രൂപം ഹബീബായ മുത്തുനബി പഠിപ്പിച്ചു തന്നിട്ടില്ലേ? എങ്ങനെയാണ് ഒരു ഭർത്താവിനെ സമീപിക്കേണ്ടത്? എപ്പോഴും പുഞ്ചിരിച്ച മുഖവുമായാണ് ഭർത്താവിനെ സമീപിക്കേണ്ടതെന്ന് സയ്യിദുനാ നബി മുഹമ്മദ് മുസ്തഫ ഈ മാതൃക പിന്തുടർന്നുകൊണ്ട് നമ്മൾ ജീവിക്കാൻ എന്ന് തയ്യാറാകുന്നുണ്ടോ, അന്നാണ് നമ്മുടെ കുടുംബത്തിലുള്ള കലഹങ്ങൾ അവസാനിക്കുക. ഈ ഭൂമി ലോകത്ത് ഒരാൾക്ക് നിനക്ക് സുജൂദ് ചെയ്യാൻ പടച്ചറപ്പെങ്ങാനും തീരുമാനിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻ തസ്ജുദ ലി സൗജിഹാ. ഹബീബായ മുത്തുനബി പറയുന്നു, അത് നിന്റെ ഭർത്താവിന്റെ മുമ്പിൽ നീ സാഷ്ടാംഗം ചെയ്യണമെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരി, ഹദീസിന്റെ തുടക്കം എങ്ങനെയാണ്? അൻസ്വാരിയുടെ വീടിന്റെ അടുത്തുകൂടെ മുത്തുനബി ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോ ആ മുത്തുനബിയുടെ അടുത്ത് വന്നുകൊണ്ട് ആ അൻസ്വാരിയായ സ്വഹാബി വന്നുകൊണ്ട് പരാതി പറയുന്നു, നബിയേ, എനിക്കൊരു അവരാതി പറയാനുണ്ട്, എനിക്കൊരു ടെൻഷൻ പറയാനുണ്ട്, എനിക്കൊരു ബുദ്ധിമുട്ട് പറയാനുണ്ട് നബിയേ. എന്താണ്, പറയൂ എന്ന് സ്വഹാബിയോട് പറഞ്ഞപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സ്വഹാബി വര്യൻ പറഞ്ഞു കൊടുക്കുന്നു, നബിയേ, എന്റെ വീട്ടിൽ കൃഷിയിടത്തിന് ഉപയോഗിക്കുന്ന 2 ഒട്ടകങ്ങളുണ്ട്. ഞാനത് കൃഷിക്കായി ഉപയോഗിക്കാറുണ്ട്. വാഹനമായി ഞാൻ എന്റെ ഒട്ടകത്തെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ കുറച്ച് സമയങ്ങളായിട്ട്, ഈ അടുത്ത കാലങ്ങളിലായിട്ട് എന്റെ ഒട്ടകം ഒന്നും പറഞ്ഞത് അനുസരിക്കുന്നില്ല. എന്ന് പറഞ്ഞാലും ഒട്ടകം മോട്ട് കാണിക്കുകയാണ്, പേപിടിച്ച പട്ടികളെ പോലെയാണ്. അതുകൊണ്ട് എന്റെ ഒട്ടകത്തെ ഞാൻ ഇനി നോക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് അൻസാരിയായ ഈ സഹാബി വന്ന് പരാതി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് സാമ്പത്തിക ചെലവുണ്ടായിട്ടുണ്ട്. 1-2 ഒട്ടകത്തെ അന്നത്തെ കാലത്ത് മേടിച്ചു പോറ്റാൻ സാധാരണക്കാരനായ ഒരു സഹാബിയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ചെലവ് ഒരുപാട്. സാമ്പത്തിക ചെലവഴിച്ചുകൊണ്ട് 2 ഒട്ടകത്തെ വാങ്ങി. കുറച്ചു കാലമൊക്കെ വാഹനമായി ഉപയോഗിച്ചു, കുറച്ചു കാലം കൃഷിയിടത്തിലേക്കും ഉപയോഗിച്ചു. പിന്നെ ഒട്ടകം പറഞ്ഞത് കേൾക്കുന്നില്ല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രശ്നത്തിൽ ഇടപെടുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രശ്നത്തിൽ ഇടപെടുന്നത് സ്വഹാബിയോടല്ല, ആ 2 ഒട്ടകങ്ങളുടെ അടുത്ത് ചെന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലേക്ക് ഒട്ടകവുമായി പോവുകയാണ്. അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലേക്ക് ഈ 2 ഒട്ടകങ്ങളെയും കൂട്ടിക്കൊണ്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെളിച്ചു കൊണ്ടുപോകുമ്പോ ഒരു പിതാവ് മകൻ പിതാവിനെ അനുസരിക്കും പോലെ മുത്തുനബി പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ട് ഒട്ടകം പിന്നാലെ വരുന്നു. കൃഷിയിടത്തിലെത്തിക്കൊണ്ട് ജോലി ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ അതാ ആ ഒട്ടകം വേണ്ട ജോലികൾ ചെയ്യുന്നു. വാഹനമായി ഉപയോഗപ്പെടുത്തുന്ന രീതിയെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ഒട്ടകത്തിന്റെ പുറത്ത് കയറാൻ ശ്രമിക്കുമ്പോ അതാ ഒട്ടകം സമ്മതിക്കുകയോ بين يديك واستجارك يا حبيبي عندك لبي النافور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم
മുത്തുനബിയുടെ അടുത്ത് വന്നുകൊണ്ട് ഒട്ടകം സംസാരിച്ച കഥ ശറഫുൽ അനാം മൗലിദിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു സന്ദർഭമാണിത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഒട്ടകം അനുസരിക്കുകയാണ്. വീട്ടുടമസ്ഥനായ അൻസ്വാരിയായ സഹാബി ഇതിങ്ങനെ നോക്കിക്കാണുകയാണ്. മുത്തുനബി പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുന്നു. കൃഷിയിടത്തിൽ പോയിക്കൊണ്ട് ഒട്ടകം ചെയ്യേണ്ട കൃഷിയിടത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്തു പോരുന്നു. ഇത് കണ്ടപ്പോ അത്ഭുതം തോന്നിയ അൻസ്വാരി വന്നുകൊണ്ട് ഹബീബായ മുത്തുനബിയുടെ മുമ്പിൽ സുജൂദിലേക്ക് വീഴാനിരിക്കുകയാണ്. ആ സമയത്താണ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മാ ينبغي لأحد أن يسجد لأحد ولو كان أحد ينبغي له أن يسجد لأحد لأمرت المرأة أن تسجد لزوجها. ഒട്ടകം പറഞ്ഞത് കേൾക്കാത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് ആ ഒട്ടകത്തെ നിങ്ങൾ മേടിച്ച അന്നതുപോലെയുള്ള സ്വഭാവ രൂപത്തിലാക്കിയതിന്റെ പേരിൽ നിങ്ങൾ എനിക്ക് മുമ്പിൽ സുജൂദ് ചെയ്യേണ്ടതില്ല.